ഹലോ ഗായ്സ്, വണ്ടർ വുമൺ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഗ്രൂമിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഇവിടെ പേരൂർകുടയിൽ പഠിക്കുന്നുണ്ട്, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവളെ ഒന്ന് പോയി കാണണം. പിന്നെ നാട്ടിൽ നിന്ന് 2 ഇറക്കുമതികൾ ചെയ്തിട്ടുണ്ടല്ലോ, ഇടുക്കിയിലെ വള്ളി തൂങ്ങി വന്നിട്ടുള്ള എൻ്റെ അനിയനെയൊക്കെ കൊണ്ട് ഈ മ്യൂസിയം ഒക്കെ കൊണ്ടുവന്ന് കാണിക്കണം. തിരുവനന്തപുരം ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് കറക്കാൻ ഒക്കെ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇത്, ഗ്രൂമിങ് വീഡിയോ ആണ് ഇത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ പ്രോഡക്റ്റുകളാണ്, സ്കിൻ കെയറുകൾ മാത്രമേ ഞാൻ ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ, മേക്കപ്പായിട്ട് ഞാനൊന്നും അങ്ങനെ ഇടുന്നില്ല. അപ്പോൾ വീഡിയോയ്ക്കിടയിൽ നമുക്കത് പറയാം ഇതെല്ലാം. അപ്പോൾ ആ പ്രോഡക്റ്റുകളുടെയൊക്കെ പേരുകൾ അല്ലെങ്കിൽ ആ ലിസ്റ്റുകൾ അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസറാണ് ഞാൻ ആദ്യം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നല്ലപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴുത്തിലും നമ്മൾ സ്കിൻ കെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം കൂടി കഴുത്തിലും കൂടി നമ്മൾ യൂസ് ചെയ്യണം, മുഖത്ത് മാത്രം ഇട്ടാൽ പോരാ കേട്ടോ. അതിനുശേഷം സൺസ്ക്രീനാണ് ഇട്ടുന്നത്. ഈ ചൂടത്ത് വെയിലില്ലെങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് തന്നെ വേണം ഇറങ്ങി പോകാനായിട്ട്. ഇന്നത്തെ കാലാവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ വെയിലൊന്നുമില്ല, മഴക്കാറൊക്കെ മൂടിക്കെട്ടി നിൽക്കുവാണ്. പക്ഷേ വെയിലൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യല്ലേ. സൺസ്ക്രീൻ ഉറപ്പായിട്ട് യൂസ് ചെയ്യണം. നല്ല ചൂട് ഉണ്ട് കേട്ടോ, വെയിലില്ലെങ്കിലും ചൂടുണ്ട്. അപ്പോൾ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുക. അത് കഴുത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. ഈ കയ്യിൽ കാലിലൊക്കെ സൺസ്ക്രീൻ ലോഷൻസൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് തന്നെ വേണം കേട്ടോ പുറത്തോട്ട് ഇറങ്ങാനായിട്ട്. അപ്പോൾ സൺസ്ക്രീനൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു സ്കിൻ കോംപ്ലക്ഷൻ ക്രീമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഏതൊക്കെയാണ് ആ പ്രോഡക്റ്റുകളെന്നൊക്കെ അറിയണമെന്ന് ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അടുത്ത ഇടയിലൊരു ലിപ് ബാമാട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്, നല്ല ജലദോഷമുണ്ട് ഗേസ്, അതിൻ്റെ മൂക്ക് അടഞ്ഞിരിക്കുകയാണ്, തൊണ്ടയ്ക്കും പ്രശ്നമുണ്ട്. അതാണ് ഞാൻ ഇടയ്ക്ക് മൂക്ക് വലിക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ലിപ് ബാം ഇട്ട് കൊടുത്തതിന് ശേഷം അതവിടെ ഇരുന്നോട്ടെ, അതൊന്ന് അബ്സോർബ് ആയിട്ട് ചുണ്ടിലോട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഐ ഷാഡോ ചെയ്യാം. അപ്പോൾ ഐ ഷാഡോ ഞാൻ എങ്ങനെയാണ് ഐ ഷാഡോ കോമ്പിനേഷൻ, കളർ കോമ്പിനേഷനൊക്കെ ചെയ്യുന്നതെന്ന് അതും ഇതുപോലെ തന്നെ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്കത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒത്തിരി ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കളർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ലൈറ്റർ ഷെയ്ഡാണ് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് 2 മാത്രമായിട്ട് ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് വലിയ ഗിൽറ്ററിയോ അങ്ങനത്തെ ഒത്തിരി നമ്മൾ അതിനകത്തോട്ടൊന്നും പോകുന്നില്ല. ഒരു കളർ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ നൈസായിട്ടുള്ള ഒരു ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഐ മേക്കപ്പ് സെപ്പറേറ്റ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഐ മേക്കപ്പ് തന്നെയായിട്ട് ഒരു ട്യൂട്ടോറിയൽ പോലെ എടുക്കാം, നിങ്ങൾ കണ്ണെഴുതുന്നതിൻ്റെയും പിന്നെ ഒക്കെ ഐ ഷാഡോ കളറിങ്ങിൻ്റെ ഒക്കെ കേട്ടോ. പിന്നെ ഞാൻ കണ്ണെഴുതുന്നില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ മസ്കാര കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ണെഴുതുന്നില്ലെന്ന് വിചാരിച്ചാൽ മസ്കാര ഡയറക്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം മസ്കാരയും കൂടി ഇട്ടപ്പോൾ ഓർത്ത് ചെറുതായിട്ടൊരു വിങ് വരച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ വിങ്ങും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട് മസ്കാര ഇട്ടതിന് ശേഷമായിട്ട് ഞാൻ വരയ്ക്കുന്നത്. അല്ലെങ്കിൽ നേരെ ഐലൈനറിന് ശേഷമാണ് മസ്കാര ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോഴാണ് കണ്ണെഴുതാൻ പോകുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് പിന്നെ കണ്ണ് ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാൻ തോന്നി, അങ്ങനെ ഞാനത് ചെയ്യാൻ പോകണം. സ്റ്റെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിപ് കളറിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡാർക്കർ ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ലിപ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ന്യൂഡ് ഷെയ്ഡ് വെച്ചിട്ട് അതിൻ്റെ ഇന്നർ പാർട്ട് നമ്മൾ ഷെയ്ഡ് പിന്നെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ലിപ്സ്റ്റിക്കാണ് ഡാർക്ക് ഷെയ്ഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലൈൻ ചെയ്യാനൊക്കെ ഞാൻ ശ്രദ്ധിച്ച് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇനി അല്ലെങ്കിൽ ലിപ് ലൈനർ ആണെങ്കിലും മതി, അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലിപ് കളറ് ഏതാണെന്നല്ലേ, ഈ ലിപ് കളറിങ് കോംബോ ഏതാണെന്ന് അറിയേണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതും പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഏത് കളറിങ്ങാണ് ഞാൻ ചെയ്യുന്നത്, ഏത് കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് കോംബോ ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇനി ഒരു കുഞ്ഞി പൊട്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് ഈ കമ്മലാട്ടോ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കാതിൽ നേരത്തെ കിടന്നുകൊണ്ടിരുന്ന കമ്മൽ ഞാൻ അത് ഊരി മാറ്റിയിട്ട് ഈ ഒരു കമ്മലെടുത്തിട്ടു കേട്ടോ. പിന്നെയാണ് ഗൈസ് ടാസ്ക്, എനിക്ക് മുടി കെട്ടാനും അറിയത്തില്ല. എപ്പോഴും എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും എങ്ങനെ ഒരുങ്ങിയാലും മുടികെട്ടലൊക്കെ ഏറെക്കുറെ സെയിം ആയിരിക്കും. ഒരു 2-3 രീതിയുണ്ട്, അതല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല ഗൈസ്. ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ പുറകോട്ടാണ്.
അപ്പോൾ പിന്നെ ഞാനൊരു 3 പമ്പ് ഹെയർ സെറവും കൂടി അപ്ലൈ ചെയ്തിട്ട് മുടിയെല്ലാം കൂടി വാരിപ്പറക്കി കെട്ടി വെച്ചു. അതാകുമ്പോൾ എളുപ്പമാണ്. പിന്നെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും കെട്ടാൻ അറിയത്തില്ല, അതാണ് യാഥാർത്ഥ്യം. പിന്നെ ചൂടും എടുക്കത്തില്ല. ബസ്സിലൊക്കെയാണ് ഗൈസ് പോകാൻ പോകുന്നത്. അപ്പോൾ പാറിപ്പറന്ന മുടിയൊന്നും പൊട്ടിപ്പോവാതെ ഇങ്ങനെയാണെങ്കിൽ അവിടെയെങ്കിലും ഇരുന്നോളൂ. പിന്നെ കണ്ണാടിയുടെ മുന്നിലുള്ള ഷോ ഓഫ്. അപ്പോൾ നമ്മളൊരു റോസ് ഗോൾഡ് കളറിൻ്റെ വാച്ചും കൂടി പെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബീഡ്സിൻ്റെ ഒരു ബ്രേസ്ലെറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ ഔട്ട്ഫിറ്റ് ഇതാട്ടോ ഞാൻ പെയർ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഗ്രൂമിങ്, സ്കിൻ കെയർ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടാൽ മതി.